അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയാൻ വേണ്ടി പോകണം. എനിക്കറിയാം വീഡിയോ ക്വാളിറ്റി കുറവാണ്, ഓഡിയോ ക്വാളിറ്റി കുറവാണ്, നിങ്ങൾക്ക് വീടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. പക്ഷെ അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന കണ്ടൻ്റ് ആണല്ലോ. ഈ കണ്ടൻറ്റ് ഭയങ്കര സംഭവമാണ്, അങ്ങനെയെന്നുള്ളതല്ല. ഈ സംഭവം നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതാൻ കോൺഫിഡൻസ് നൽകും, നീറ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം വീഡിയോ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി ഒഴിവാക്കിയിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യത്തിലേക്ക് വരാം. ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ് നമ്മൾ പഠിക്കുന്നത്. ന്യൂട്ടൺ സെക്കൻഡ് ലോ. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്ന മുമ്പായിട്ട് നമുക്കൊരു മൊമെൻറ്റം എന്നുള്ള കാര്യം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മൊമെൻറ്റം എന്നതിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെക്റ്റർ പി ആണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, സാർ ഇത് എങ്ങനെയാണ് വെക്റ്റർ പി? ഇവിടെ എവിടെ ഒരു പി ഇല്ല, പക്ഷേ ഇവിടെ സിമ്പിളായിട്ട് വെക്റ്റർ പി ആണ്. അങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്, പണ്ട് മുതലേ അങ്ങനെയാണ് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് വെക്റ്റർ പി, മൊമെൻറ്റത്തിൻ്റെ സിമ്പിൾ വെക്റ്റർ പി ആണ്. അപ്പോൾ ഇവിടെ രണ്ട് ബോഡി ഉണ്ട്, M1 M2. ഒന്നിൻ്റെ ഫസ്റ്റത്തിൻ്റെ വെലോസിറ്റി വെക്റ്റർ V1 ഇനീഷ്യൽ, രണ്ടാമത്തിൻ്റെ വെക്റ്റർ V2 ഇനീഷ്യൽ. അത് രണ്ടും കൊളൈഡ് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ വെലോസിറ്റി വെക്റ്റർ V1 ഡ്യൂരിങ് ദ കൊളീഷനുള്ള വെക്റ്റർ V1 ഡ്യൂരിങ്, വെക്റ്റർ V2 ഡ്യൂരിങ് കൊളീഷൻ്റെ സമയത്തുള്ള വെലോസിറ്റി V2D എന്ന് ഉദ്ദേശിച്ചത്. അതിനുശേഷം കൊളൈഡ് ചെയ്തതിന് ശേഷം പിന്നും അത് മൂവ് ചെയ്യാണ്. അപ്പോൾ വെക്റ്റർ V1 ഫൈനൽ, വെക്റ്റർ V2 ഫൈനൽ. അപ്പോൾ ന്യൂട്ടൻ്റെ മുമ്പ് തന്നെ കുറേ സയൻറ്റിസ്റ്റ്, ഫിസിസ്റ്റ് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് നടത്തി. ആ എക്സ്പെരിമെൻറ്റ്സിൽ നിന്നും അവർക്ക് മനസ്സിലായി ഈ M1 V1 വെക്റ്റർ ഇനീഷ്യൽ plus M2 വെക്റ്റർ V2 ഇനീഷ്യൽ ഈക്വൽ ടു M1 വെക്റ്റർ V1 ഡ്യൂറിംഗ് plus M2 വെക്റ്റർ V2 ഡ്യൂറിംഗ് ഈക്വൽ ടു M1 വെക്റ്റർ V1 ഫൈനൽ plus M2 വെക്റ്റർ V2 ഫൈനൽ. ഇങ്ങനെ മനസ്സിലാക്കി. കുറേ പ്രാവശ്യം എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി. അവരിങ്ങനെ വന്നില്ല, ഇവിടെ M1 V1 സ്ക്വയർ അല്ലെങ്കിൽ M1 V1 ക്യൂബ് അല്ലെങ്കിൽ M1 V1 ക്വാഡ്രബിൾഡ് അതാണ്, അതെല്ലാം കൂടി ആഡ് ചെയ്താൽ സെയിം ആണെന്നല്ല അവർ കണ്ടെത്തി. എന്താണ്, M1 വെക്റ്റർ V1 പ്ലസ് M2 വെക്റ്റർ V2 ആണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ M1 സ്ക്വയറിനോ M1 സ്ക്വയർ ബൈ 2 അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് അവർ ഡിഫൈൻ ചെയ്ത് ഈ വെക്റ്റർ P എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. വെക്റ്റർ P ഈസ് ഈക്വൽ ടു M വെക്റ്റർ V. കാരണം ഈ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ എത്ര വേണമെങ്കിലും അതിൻ്റെ എല്ലാം കൂടി മാസ് ഇൻറ്റു വെലോസിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാലും കുറച്ച് കൊല്ലം കഴിഞ്ഞാലും അത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നവർ കണ്ടെത്തിയത് കൊണ്ട് അവരിങ്ങനെ വെക്റ്റർ P ഈസ് ഈക്വൽ ടു M വെക്റ്റർ V എന്നവർ ഡിഫൈൻ ചെയ്തു. രണ്ടെണ്ണം തന്നെ ആവുന്നില്ല, മൂന്നെണ്ണം ആക്കാം. അപ്പോൾ ഏതെങ്കിലും 3 ബോഡി എടുത്തിട്ട് അതിൻ്റെ മൊമെൻറ്റം എന്താണോ അത് കുറച്ച് കഴിഞ്ഞാലും അതിന് മൂന്നെണ്ണത്തിൽ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ മൊമെൻറ്റം സെയിം ആയിരിക്കും, മാറില്ല എന്നാണ് അവർ കണ്ടെത്തിയത്. അപ്പോൾ അവർ കണ്ടെത്തിയത് എക്സ്പെരിമെൻ്റലിയാണ് കണ്ടെത്തിയത്. ഇതിനാണ് നമ്മൾ മൊമെൻറ്റം കൺസർവേഷൻ എന്ന് പറയുന്നത്. നമ്മളിത് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് കാര്യം പറഞ്ഞില്ല. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ മൊമെൻറ്റം 10 ആണ്. ഇവിടെ വേറൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ മൊമെൻറ്റം 5 ആണ്. രണ്ടിൻ്റെ കൂടി മൊമെൻറ്റം കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 10 + 5 15 കിട്ടും. അപ്പോൾ അത് രണ്ട് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം മൂവ് ചെയ്യുന്ന പിക്ചറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒബ്ജക്റ്റിന്റെ മൊമെന്റം 6 ആയി, 10 എന്നുള്ളത് 6 ആയി, ഇവിടെ 5 എന്നുള്ളത് എത്രയാവും? അപ്പോൾ നമുക്കറിയാം ഇതിന്റെ ടോട്ടൽ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്? 10 + 5 15. അപ്പോൾ ഇവിടെ 6 പ്ലസ് എന്ത് കൂട്ടിയാൽ 15 കിട്ടാം? 6 പ്ലസ് 9 കൂട്ടിയാലാണ് 15 വരും. അപ്പോൾ ഇതിന്റെ മൊമെന്റം 9 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പുതിയൊരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യാം. ആ ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ്. അവിടെ നോക്കുക, ഇവിടെ ഇത് കൊളൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 10ൽ നിന്നും 4 എണ്ണം അങ്ങോട്ട് കൊടുക്കാം അല്ലെ? മൊമെന്റത്തിന്റെ 4 എണ്ണം അങ്ങോട്ട് കൊടുക്കാം. ആർക്ക്? 5 എന്നുള്ള ആൾക്ക് കൊടുക്കാം. അത് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഈ മൊമെന്റം ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഫോഴ്സ്. അതായത് ഫോഴ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ പറയും ഇൻസ്റ്റന്റേനിയസ് ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് d വെക്ടർ P ഡിവൈഡഡ് ബൈ dt. അതായത് ഒരു ചെറിയ dt സെക്കൻഡിൽ 0.0001 സെക്കൻഡ്, ഏകദേശം 0.0001 സെക്കൻഡിൽ എത്ര മൊമെന്റമാണ് ഇയാൾക്ക് കൊടുക്കുന്നത്? അത് വളരെ ചെറുതായിരിക്കും. ചെറിയ സെക്കൻഡിൽ എത്ര മൊമെന്റാണ് കൊടുക്കുന്നത് എന്ന് രണ്ടെണ്ണത്തിൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഫോഴ്സ്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, 10 5, ഇയാൾ അങ്ങോട്ടേക്ക് 4 എണ്ണം കൊടുത്തു അല്ലേ? അപ്പോൾ 4 എണ്ണം കൊടുത്തപ്പോൾ ഇയാളെ 10ൽ നിന്ന് എന്തായി? 6 ആയി മാറി. ഇയാൾ 5ൽ നിന്ന് 4 കൂടി 9 ആയി. അപ്പോൾ ഇയാളെ മൊമെന്റം ട്രാൻസ്ഫർ, അതാണ് നമ്മൾ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് മൊമെന്റം ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതാണ് നമ്മൾ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് d വെക്ടർ P ഡിവൈഡ് ബൈ dt ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? d ചക്ക ബൈ dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാങ്ങ എന്ന് പറഞ്ഞാൽ d മാങ്ങ ബൈ dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്
നിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി നിങ്ങൾ ഡിവൈഡ് ബൈ ഡി ടി. Our rate of change of momentum of a body is directly proportional to the applied force. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഡി വെക്ടർ പി ഡിവൈഡ് ബൈ ഡി ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വെക്ടർ എഫ്. എന്താണ് അപ്ലൈഡ് ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്? നമ്മുടെ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിനൊരു മൊമെന്റ് ഉണ്ട് 10 എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 10 എന്ന് പറയുന്ന മൊമെന്റത്തിൽ നിന്ന് അതിനെ 12ലേക്ക് മാറ്റുന്ന ആൾ, അതിനെയാണ് നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. മിക്കവാറും ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കോണ്ടാക്ട് വഴി ഉണ്ടാകുന്നതാണ്. അതായത് നമ്മളിങ്ങനെ തള്ളുന്നു, നമ്മളിങ്ങനെ ഉന്തുന്ന കാരണമായിട്ട് ഇതിന് മൊമെന്റം കിട്ടും. നമ്മുടെ കയ്യിൽ നിന്നും മൊമെന്റം ട്രാൻസ്ഫർ ചെയ്യുന്നു ഈ ബോഡിയിലേക്ക്, അതിങ്ങനെ 10ൽ നിന്ന് 12ലേക്ക് പോകുന്നു. ചില സമയത്ത് നമ്മൾ കോണ്ടാക്ട് ഇല്ലാതെയും നമുക്ക് മൊമെന്റം മാറ്റാൻ പറ്റും. എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ് കോണ്ടാക്ട് ഇല്ലാതെ മൊമെന്റം ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്, ആ ഒബ്ജക്റ്റ് താഴത്തേക്ക് വീഴുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ വെലോസിറ്റി കൂടുന്നുണ്ട്. താഴത്തേക്ക് വീഴുമ്പോൾ വെലോസിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മാസ് ഇൻറ്റു വെലോസിറ്റി കൂടുന്നുണ്ട്, അതായത് മൊമെന്റം കൂടുന്നുണ്ട്. അതായത് ഇവിടെ എർത്ത് കോണ്ടാക്ട് ഇല്ല, പക്ഷേ എർത്ത് എന്നിട്ടും ഇതിന് മൊമെന്റം ട്രാൻസ്ഫർ ചെയ്ത് താഴോട്ടേക്ക് വലിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അപ്ലൈഡ് ഫോഴ്സ്. മിക്കവാറും കോണ്ടാക്ട് ഉണ്ട്, കോണ്ടാക്ട് ഇല്ലെങ്കിലും നമ്മൾ അതിനെ വിളിക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ വരയ്ക്കാം. വെക്ടർ എഫ് അപ്ലൈ ചെയ്തു, എന്നിട്ട് മൊമെന്റം കൂട്ടി, മനസ്സിലായില്ലേ? അപ്പോൾ മൊമെന്റം ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനാണ് നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഫോഴ്സ് ആക്ട്. അതായത് ഫോഴ്സിന്റെയും മൊമെന്റം ചേഞ്ചിന്റെയും ഡയറക്ഷൻ സെയിം ആണ്. ഫോഴ്സിന്റെയും മൊമെന്റം ചേഞ്ചിന്റെയും ഡയറക്ഷൻ സെയിം ആണ്. ഫോഴ്സിന്റെയും മൊമെന്റത്തിന്റെയും ഡയറക്ഷൻ സെയിം അല്ല. മനസ്സിലായല്ലേ? അതായത് ഇപ്പോൾ ഇവിടെ ഒരു വെക്ടർ എ ഉണ്ടെന്ന് ചെയ്യുക. ഇതാണ് വെക്ടർ എ. വെക്ടർ a/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ പകുതി ആയിരിക്കും വെക്ടർ a/2 ഇതേ ഡയറക്ഷനിൽ. 2 വെക്ടർ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ ഡബിൾ ആയിരിക്കും. ഈ വെക്ടർ എന്റെ ഡബിൾ ആയിരിക്കും 2 വെക്ടർ എ. ഇതാണ് 2 വെക്ടർ എ ഡബിൾ. നമ്മളൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡബിൾ ആവും, ഡിവൈഡ് ചെയ്യുമ്പോൾ അത് കുറയും. അപ്പോൾ അതേപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡി വെക്ടർ പി ഡിവൈഡ് ബൈ ഡി ടി വെക്ടർ എഫ് ആയി. അങ്ങനെ നമ്മൾ പറയും വെക്ടർ എഫ് എന്ന് പറയുന്നത് എന്തായി? ഡി വെക്ടർ പി ഡിവൈഡ് ബൈ ഡി ടി. ഇതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഓക്കെ, ഈ മാത്തമാറ്റിക്കൽ ഫോമിൽ ഇങ്ങനെയാണ് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ഡി വെക്ടർ പി ഇങ്ങോട്ടേക്കാണ് വിചാരിക്കുക. ഇതാണ് ഡി വെക്ടർ പി. അപ്പം ഡി വെക്ടർ പി ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറയുന്നത് എങ്ങോട്ടൊക്കെ ആയിരിക്കും ഡയറക്ഷൻ? ഇതേ ഡയറക്ഷനിലായിരിക്കും. എങ്ങനെയായിരിക്കും? അപ്പോൾ ചില ആളുകൾ പറയും, സാർ ഇവിടെ വെക്ടർ എ അതിന് നമ്മൾ ഡിവൈഡ് ബൈ 2 എന്ന് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മളത് പകുതിയായി. അതേപോലെ ഡി വെക്ടർ പി ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറയുന്നത് അതിന്റെ പകുതി അല്ലെങ്കിലും അതിനേക്കാൾ കുറവായിരിക്കും. അങ്ങനെ പറയാം, പക്ഷേ അത് ചെറിയൊരു തെറ്റുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഡി ടി എന്ന് പറയുന്നത് പൊതുവേ വളരെ ചെറിയ സെക്കൻഡാണ്. അതായത് 0.001 സെക്കൻഡ്, 0.0000002 സെക്കൻഡ്. ഇപ്പോൾ ഡി ടി ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറയുന്നത് തൽക്കാലം നിങ്ങളൊരു 0.1 സെക്കൻഡ് നിർത്തും. അപ്പം ഡി വെക്ടർ പി ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറയുന്നത് ഡി വെക്ടർ പി ഡിവൈഡ് ബൈ 0.1 എന്നായി. ഈ 0.1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയും? ഡി വെക്ടർ പി മൾട്ടിപ്ലൈഡ് ബൈ 10 എന്നാവും അല്ലേ? അതായത് ഡി വെക്ടർ പി എത്രയാണുള്ളത് അതിന്റെ 10 ടൈംസ് എന്ന് കൂടും. പറഞ്ഞ മനസ്സിലാവുണ്ടോ? പക്ഷെ എങ്ങനെ ആയാലും ഈ ഡി വെക്ടർ പി ബൈ ഡി ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടൊക്കെ ആയിരിക്കും? ഈ ഡി വെക്ടർ പിന്റെ അതേ ഡയറക്ഷനാണ്. ഡി വെക്ടർ പി ഇങ്ങോട്ടേക്ക്, ഡി വെക്ടർ പി ബൈ ഡി ടി എന്ന് പറയുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനും ഇതേ ഡയറക്ഷനിലായിരിക്കും. നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്ത ഫോഴ്സ് ഏതാണ്? ഇൻസ്റ്റന്റേനിയസ് ഫോഴ്സ്, അല്ലെങ്കിൽ അത് എന്തെന്ന് വിളിക്കും? ഫോഴ്സ് എന്ന് വിളിക്കും. അങ്ങനെ എല്ലാത്തൊരു ഫോഴ്സും ഇല്ലേ? ഇൻസ്റ്റന്റേനിയസ് ഫോഴ്സ് അല്ലാത്ത ഫോഴ്സ്. അതേത് ഫോഴ്സാ സാർ? ആവറേജ് ഫോഴ്സ്. നമ്മൾ മോഷൻ സ്ട്രെയിറ്റ് ലൈൻ ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചില്ലേ? ആവറേജ് ആക്സിലറേഷൻ അല്ലേ? അതേപോലെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, പിന്നെ ആവറേജ് സ്പീഡ്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, അങ്ങനെ പഠിച്ച പോലെ ആവറേജ് ഫോഴ്സും ഉണ്ട്, ആവറേജ് ഫോഴ്സും ഉണ്ട്. അപ്പം ആവറേജ് ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാം? വെക്ടർ എഫ് ആവറേജ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വെക്ടർ പി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഇതിലൂടെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് വലിയതാണ്. 0.0001 സെക്കൻഡ് ഒന്നല്ല. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ് ആയിരിക്കും, 10 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ അവിടെ ഡെൽറ്റ വെക്ടർ പി എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഇവിടെ മൊമെന്റം ഇനീഷ്യലും ഫൈനലും മാത്രമല്ല ഉള്ളത്, അതിൻ്റെ ഇടയിൽ മൊമെന്റം മാറുന്നുണ്ട്. പക്ഷെ നമ്മൾ ആകെ കൺസിഡർ ചെയ്യുന്ന ഏതാണ്? ഇനീഷ്യൽ മൊമെന്റം എന്താണ്, ഫൈനൽ മൊമെന്റം എന്താണ്, ഡിവൈഡ് ബൈ എത്ര സമയം എടുത്തു ആ മൊമെന്റം ചേഞ്ചിന്. അതിനെയാണ് നമ്മൾ ആവറേജ് ഫോഴ്സ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നമുക്കറിയാലോ ഇങ്ങനത്തെ
ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്ത് എങ്ങനെയല്ലേ? ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ആവറേജ് ഫോഴ്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം എന്ത്, ഈ ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ്. ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ വെക്ടർ എഫ് ആവറേജ് ഈസ് ഈക്വൽ ടു വെക്ടർ എഫ്. ഫോഴ്സും ആവറേജ് ഫോഴ്സും ഈക്വൽ ആവും എപ്പോ? ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓരോ കൊല്ലവും നിങ്ങൾക്ക് 10 കിലോ മഴ കിട്ടാന്ന് വിചാരിക്കുക, ഓരോ കൊല്ലവും. അപ്പം നിങ്ങളോട് ചോദിക്കുക, ഏകദേശം ഒരു കൊല്ലം നിങ്ങൾക്ക് എത്ര കിട്ടി? എന്ത് വട്ടം ചോദ്യമല്ലേ? ഏകദേശം ഒരു കൊല്ലം 10 കിലോ കിട്ടി. നേരെ മറിച്ച് ഇങ്ങനെയാണെങ്കിലോ, ഒരു കൊല്ലം 10 കിലോ കിട്ടി, രണ്ടാമത്തെ കൊല്ലം 20 കിലോ കിട്ടി, മൂന്നാമത്തെ കൊല്ലം 15 കിലോ കിട്ടി, നാലാമത്തെ കൊല്ലം 22 കിലോ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു ആവറേജ് ഒരു കൊല്ലം എത്ര കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കണക്ക് കൂട്ടണം. പക്ഷേ ഓരോ കൊല്ലവും 10 കിലോ തന്നെയാണ് കിട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ ആവറേജ് ഒരു കൊല്ലം എത്ര കിട്ടിയെന്ന് വെച്ചാൽ 10 കിലോ തന്നെ. കാരണം എല്ലാ കൊല്ലം 10 തന്നെ. മനസ്സിലായോ? ഒരു ബാറ്റ്സ്മാന് എല്ലാ കളിയും സെഞ്ചുറി കറക്റ്റ് 100 റണ്ണാണ് എടുക്കുന്നത്. ഫസ്റ്റ് മാച്ച് 100, സെക്കൻഡ് മാച്ച് 100, തേർഡ് മാച്ച് 100. അപ്പോൾ ഈ 3 മാച്ചിൽ അയാൾ ആവറേജ് ഒരു മാച്ചിൽ അയാൾ ഏകദേശം എത്ര റൺ എടുക്കുമെന്ന് വെച്ചാൽ എന്താ പറയുമ്പോൾ 100 റണ്ണ്. മനസ്സിലായോ? അതേപോലെ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫോഴ്സ് മാറുന്നില്ല. എല്ലാ സമയത്തും ഫോഴ്സ് ഒരേ വാല്യൂ ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവറേജ് ഫോഴ്സും സെയിം ആയിരിക്കും. ഇനി ഈ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഫോഴ്സ്, അതിന് നമ്മൾ ന്യൂട്ടൺ എന്ന് പറയും. സിമ്പിളായിട്ട് നമ്മൾ ക്യാപിറ്റൽ എന്ന് നിർമ്മിക്കും. ഓക്കെ, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്നാണ് നമ്മൾ പറയുന്നത്. സിമ്പിളായിട്ട് ക്യാപിറ്റൽ എന്നാണ് ഉപയോഗിക്കുന്നത്. ഫോഴ്സിന്റെ ഒരു യൂണിറ്റ് ന്യൂട്ടൺ നമ്മൾ നേരത്തെ പഠിച്ചു. ബാക്കിയുള്ള യൂണിറ്റ്സ് ഏതാ നോക്കാം. SI യൂണിറ്റിൽ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നതാണ് 1 ന്യൂട്ടൺ. ന്യൂട്ടന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ആണ്. സീറ്റ് സിസ്റ്റത്തിൽ 1 ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് 1 ഡൈൻ ആണ്. 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈൻ ആണ്. ഗ്രാവിറ്റേഷണൽ മെട്രിക് സിസ്റ്റം യൂണിറ്റിൽ 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 1 kgf ആണ്. kgf എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ഫോഴ്സ് എന്ന് പറയുന്നത് 9.8 ന്യൂട്ടൺ ആണ്. എന്ന് പറയുന്നത് നിയർലി 10 ന്യൂട്ടൺ ആണ്. 1 ഗ്രാം വെയിറ്റ് എന്നത് 1 ഗ്രാം ഫോഴ്സിന് ഈക്വൽ ആണ്. അത് 980 ഡൈനിന് ഈക്വൽ ആണ്. അത് നിയർലി 1000 ഡൈൻ ആണ്. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 1000 ഗ്രാം വെയിറ്റ് ആണ്. അപ്പോൾ ഇത്രയും യൂണിറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം പല ക്വസ്റ്റ്യൻസിൽ പല യൂണിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് കാര്യം അറിയാമെങ്കിലും അത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം ഈ വേരിയേഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഈ യൂണിറ്റ്സ് എല്ലാം നിങ്ങൾ മനഃപ്പാഠമായിട്ട് വെക്കേണ്ടതാണ്. ഒന്നാമതായി നമ്മൾ യൂണിറ്റ്സ് പഠിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ ഈ വെക്ടർ F = d വെക്ടർ P / dt എന്ന് പറയുന്ന ന്യൂട്ടന്റെ സെക്കൻഡിൽ എഴുതിയിരിക്കുകയാണ്. സോ വെക്ടർ P എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അത് ഇവിടെ എഴുതിയിരിക്കുന്നു. സോ നമുക്കറിയാം ഇതെങ്ങനെ നമ്മൾ എന്താ ചെയ്യാം, ലെഫ്റ്റ് ഡി റൈറ്റ് പ്ലസ് റൈറ്റ് ഡി ലെഫ്റ്റ്. സോ ഇവിടെ എന്ത് വരും, ഇവിടെ മാസ് ഇൻറ്റു dv/dt പ്ലസ് വെലോസിറ്റി ഇൻറ്റു dm/dt. ന്യൂട്ടൺ ഡീൽ ചെയ്തിരുന്നത് കോൺസ്റ്റന്റ് മാസ് സിസ്റ്റംസ് മാത്രമാണ്. അത് സോ മാസിനെ കോൺസ്റ്റന്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം dm/dt = 0. കാരണം സമയം അനുസരിച്ചിട്ട് മാസ് ചേഞ്ച് ചെയ്യുന്നില്ല. dm എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മാസ് എന്നാണ്. അപ്പോൾ മാസ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ചേഞ്ച് ഇൻ മാസ് 0 ആയി. 0/dt എന്ന് പറയുന്നത് 0 ആയി. സോ അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ എന്തായിട്ട് വരും, വെക്ടർ F = md വെക്ടർ v/dt പ്ലസ് 0 എന്ന് വരും. അതായത് ഇവിടെ എന്തായി, m വെക്ടർ a എന്നായി. അതായത് ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ആ പാർട്ടിക്കിളിന്റെ മേലെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഫോഴ്സ് അപ്ലൈ ചെയ്ത കാരണമായിട്ട് ഈ പാർട്ടിക്കിളിന്റെ മാസ് m ആണെങ്കിൽ ഇത് ആക്സിലറേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും വെക്ടർ a ആക്സിലറേഷൻ ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ പറയും വെക്ടർ F = m വെക്ടർ a. സോ ഞാൻ അത് ഇവിടെ എഴുതിയിരിക്കുകയാണ് m വെക്ടർ a. വെക്ടർ F എന്ന് പറയുന്നത് m വെക്ടർ a ആണ്. സോ ഏതൊരു വെക്ടറിനെയും നമുക്ക് അതിന്റെ കോമ്പണന്റ് ഫോമിൽ എഴുതാൻ പറ്റും. അതായത് വെക്ടർ ചക്ക എന്ന് പറയുന്നത് ചക്ക xi ക്യാപ് പ്ലസ് ചക്ക yj ക്യാപ് പ്ലസ് ചക്ക zk ക്യാപ് ആണ് വെക്ടർ ചക്ക. അപ്പോൾ വെക്ടർ F എന്നുള്ളത് ഇങ്ങനെയാണ് വെക്ടർ F ഉണ്ടാവുക, m വെക്ടർ a. സോ m അങ്ങനെ എഴുതി. വെക്ടർ a എന്നുള്ളത് ഇനി നമ്മൾ ഈ m ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ഇവിടെ ഐ ക്യാപ്പിന് മുമ്പിലുള്ളത് ആരാണ്, Fx. ഇവിടെ ഐ ക്യാപ്പിന് മുമ്പിലുള്ള ആരാണ്, MAx. ഇവിടെ ജെ ക്യാപ്പിന് മുമ്പിലുള്ളത് Fy. ഇവിടെ ജെ ക്യാപ്പിന് മുമ്പിലുള്ളത് MAy. ഇവിടെ കെ ക്യാപ്പിന് മുമ്പിലുള്ളത് MAz. ഇവിടെ കെ ക്യാപ്പിന് മുമ്പിലുള്ളത് FZ. സോ നമ്മൾ പറയും ഈ രണ്ട് ഇക്വേഷൻസ് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ ഐ ക്യാപ്പിന് മുമ്പിലുള്ള MAx എന്ന് പറയുന്നത് Fx-ന് ഈക്വൽ ആയിരിക്കണം. Fx എന്ന് പറയുന്നത് MAx ആണ്. Fy എന്ന് പറയുന്നത് MAy ആണ്.
എഫ് ഇസഡ് എന്ന് പറയുന്നത് എം എ ഇസഡ് ആണ്. കോംപ്ലന്റ് ഫോം ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പം എന്താ മനസ്സിലായി, എഫ് എക്സ് എം എ എക്സ് ആണ്, എഫ് ഐ എം എ വൈ ആണ്, എഫ് സെഡ് എം എ സെഡ് ആണ് എന്ന് പറയാമല്ലോ. പക്ഷെ സംഭവിക്കണം എന്താ, നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു മാസ് വി വെലോസിറ്റി, ചെറിയ പോയിന്റ് പാർട്ടിക്കിൾ വി വെലോസിറ്റി ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളൊരു എഫ് എക്സ് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ്. ഓക്കെ, എഫ് എക്സ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് അപ്പോൾ എന്താ സംഭവിക്കാം, ഈ ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ഇവിടെ വി എന്നുള്ള വെലോസിറ്റി എന്തായി മാറി, എഫ് എക്സ് അപ്ലൈ ചെയ്യുന്ന കാരണമായിട്ട് വി പ്ലസ് ഡി വി ആയി. ഇനി ഈ എഫ് എക്സ് അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇവിടെ എഫ് വൈ ആണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചോണ്ടോ, ഈ പോയിന്റ് വെലോസിറ്റി ഇങ്ങനെ പോകുന്ന പാർട്ടികളാണ് എഫ് വൈ അപ്ലൈ ചെയ്യാം. എഫ് വൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റിക്ക് എന്തെങ്കിലും മാറ്റം പറ്റുമോ? ഇവിടുത്തെ വെലോസിറ്റി ഇങ്ങോട്ടുള്ളത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ഫോഴ്സ് അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നത് മേലോട്ട്. അതുകൊണ്ട് ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യില്ല. വെലോസിറ്റി എവിടെ ചേഞ്ച് ചെയ്യാം, ഇവിടെ ചേഞ്ച് ചെയ്യും. ഇവിടെ ഒരു ഡി വി എക്സ്ട്രാ വരും. മനസ്സിലായോ? അപ്പം നമ്മൾ ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് ഉള്ളത് ആ ഡയറക്ഷനിലാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുക. സാർ എന്താ പറയാൻ കാരണം അങ്ങനെ ആ ഡയറക്ഷൻ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്? കാരണം എക്സ് ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് എക്സ് ഈക്വൽ ടു എം എ എക്സ്. അപ്പോൾ എം എ എക്സ് വരണമെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ ഡി വി വരണം എക്സ് ഡയറക്ഷനിൽ. അതേപോലെ എഫ് വൈ എന്ന് പറയുന്നത് എന്താണ്, എം എ വൈ. എം എ എക്സ് ആണോ? അല്ല, എഫ് വൈ എന്ന് പറയുന്നത് എം എ വൈ ആണ്. സോ വൈ ഡയറക്ഷനിലാണ് ഡി വി ബൈ ഡി വി വൈ ബൈ ഡി ടി വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇതാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഡി പി എക്സ് ബൈ ഡി ടി ഐ ക്യാപ്പ്, ഇവിടെ എം എ എക്സ് ഐ ക്യാപ്പ്, ഡി പി വൈ ബൈ ഡി ടി ജെ ക്യാപ്പ്, ഇവിടെ എം എ ബൈ ജെ ക്യാപ്പ്, അങ്ങനെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയാം, ഇവിടെ എഫ് എക്സ് എന്ന് പറയുന്നത് ഡി പി എക്സ് ബൈ ഡി ടി ആണ്, എന്ന് പറയുന്നത് എം എ എക്സ് ആണ്. എഫ് വൈ എന്ന് പറയുന്നത് ഡി പി വൈ ബൈ ഡി ടി ആണ്, എം എ വൈ ആണ്. അതേപോലെ എഫ് സെഡ് എന്ന് പറയുന്നത് എന്താ, ഡി പി സെഡ് ബൈ ഡി ടി ആണ്, അത് എം എ ഇസെഡ് ആണ്. ആവറേജ് ഫോഴ്സ് നമ്മൾ എങ്ങനെ പറയും, നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, വെക്ടർ ഇ എഫ് ആവറേജ് ഈക്വൽസ് ഡെൽറ്റ വെക്ടർ പി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ വെക്ടർ പി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, മാസ് ഇൻറ്റു വെക്ടർ എ ആവറേജ്. സോ ഡെൽറ്റ വെക്ടർ പി ബൈ ഡെൽറ്റ ടി നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റും, എം വെക്ടർ വി മൈനസ് എം വെക്ടർ യു ബൈ ഡെൽറ്റ ടി. അതേപോലെ നമ്മളിവിടെ എം വെക്ടർ എ ആവറേജ്, ഇത് നേരെ ഇങ്ങോട്ടേക്ക്, ഇവിടെ നേരെ ഇങ്ങോട്ടേക്ക്, എം വെക്ടർ എ ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എം ഇൻറ്റു വെക്ടർ എ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്ടർ വി മൈനസ് വെക്ടർ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. രണ്ടും സെയിം തന്നെയല്ലേ, ഇവിടെ എം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈക്വേഷൻ തന്നെ ആയിരിക്കും. സോ ആവറേജ് ഫോഴ്സ് ആകുമ്പോൾ എം വെക്ടർ എ ആവറേജ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ എം വെക്ടർ വി മൈനസ് വെക്ടർ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം നമുക്ക് ഓൾറെഡി അറിയാം, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആവറേജ് ആക്സിലറേഷനും ഈക്വൽ ആയിരിക്കും. സോ നമുക്കിവിടെ വെക്ടർ എ ആവറേജ് എന്നതിന് പകരം വെക്ടർ എ എന്ന് എഴുതാം. പക്ഷേ ആ സമയത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ് എന്ന് പറയും. ഫോഴ്സ് കോൺസ്റ്റന്റ് ആകുമ്പോഴാണ് ആക്സിലറേഷനും ആവറേജ് ആക്സിലറേഷനും സെയിം ആവാം. ഓക്കെ, അപ്പോൾ ആക്സിലറേഷന് നമുക്ക് ഇതിനു മുമ്പ് പഠിച്ച നമ്മൾ ഇക്വേഷൻ വെക്ടർ എ ഈസ് ഈക്വൽ ടു ഡി വെക്ടർ വി ബൈ ഡി ടി ആണ്. പക്ഷെ ആക്സിലറേഷൻ ഉണ്ടാക്കുന്നത് ഈ ഡി വെലോസിറ്റി ആണോ? അല്ല, ആക്സിലറേഷൻ ഉണ്ടാക്കുന്ന ആരാണ്? ഫോഴ്സ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെക്ടർ എഫ് ബൈ ആണ്, ഫോഴ്സ് ബൈ മാസ് ആണ് ആക്സിലറേഷൻ. ഈ ഫോഴ്സ് കാരണമാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്, അതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഡി വെക്ടർ വി ബൈ ഡി ടി. സോ ഫോഴ്സ് 0 ആണെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവില്ല, ഫോഴ്സ് 0 ആണെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവില്ല. ഓക്കെ, സോ ആക്സിലറേഷൻ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കാം. സോ നമ്മളിവിടെ പറയുകയാണ്, വെക്ടർ എഫ് 0 ആണെങ്കിൽ ആക്സിലറേഷൻ 0 ആവും. ആക്സിലറേഷൻ 0 ആയി കഴിഞ്ഞാൽ ഡി വെക്ടർ വി ബൈ ഡി ടി 0 ആവും. എന്ന് പറഞ്ഞാൽ ഡി വെക്ടർ വി 0 ആയിരിക്കണം. ഡി വെക്ടർ വി ചേഞ്ച് ഇൻ വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ന് പറയാം. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞത്. അതായത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ലോ ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ഫസ്റ്റ് ലോ. നമുക്ക് പറയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ചില മണ്ടന്മാർ പറയും
ഫസ്റ്റ് സെക്കൻഡ് ലോ തന്നെ ഉണ്ട് ഫസ്റ്റ് ലോ എന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത് ഇനീഷ്യൽ ഫ്രെയിം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇനീഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഫ്രെയിമാണ്. ആരുമായി അപേക്ഷിച്ചിട്ട്? അബ്സലൂട്ട് സ്പേസുമായി അപേക്ഷിച്ചിട്ട് ഇനീഷ്യൽ ഫ്രെയിം കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. സോ അത് വേറെ വിധത്തിൽ നമുക്ക് പറയുകയാണ്. ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് കമ്പൽഡ് ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ് ടു ആക്ട് അതർവൈസ്. ഓക്കെ, സോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ ബോഡിയും ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കാം. റെസ്റ്റിൽ എപ്പോഴും വെലോസിറ്റി 0 ആണ്. 0 0 0 0, അതായത് കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടാവാം. ആ മൂവ് ചെയ്യുമ്പോൾ എപ്പോഴും കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. 3 മീറ്റർ പെർ സെക്കൻഡ്, 3 മീറ്റർ പെർ സെക്കൻഡ്, 3 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ലോ നമ്മളോട് പറയുകയാണ് ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് അതിൻ്റെ ഡിഫോൾട്ട് സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഒരു ഫോൺ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഫോണ് ആദ്യമായിട്ട് കിട്ടുമ്പോൾ അതിന് സ്വന്തമായിട്ടൊരു വാൾപേപ്പർ ഉണ്ടാവും. അതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള വാൾപേപ്പർ. അതേപോലെ ന്യൂട്ടൺ പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിഫാൾട്ട് ആയിട്ടുള്ള മോഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലുള്ള മോഷനാണ്. ആ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലുള്ള മോഷനെ മാറ്റണമെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. സോ ന്യൂട്ടൺ ഡയറക്റ്റ് ആയിട്ട് ഇനീഷ്യൽ ഫ്രെയിം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിന് പകരം ഫോഴ്സിന്റെ ടേംസിൽ പറയാണ്. ഫോഴ്സ് 0 ആണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ് റെസ്റ്റിൽ, ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണ് എന്നാണ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഈ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ ഫ്രെയിം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ന്യൂട്ടൺ പറഞ്ഞത്. ഓക്കെ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെക്ടർ എഫ് ഈസ് ഈക്വൽ ഡി വെക്ടർ പി ബൈ ഡി ടി അല്ലെങ്കിൽ എം വെക്ടർ എ എന്ന് പറയുന്നത് സിംഗിൾ പാർട്ടിക്കിളിനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പോയിന്റ് മാസ്, ഒരൊറ്റ ഒരു പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിളിന്റെ മേലെ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡി വെക്ടർ പി ബൈ ഡി ടി അല്ലെങ്കിൽ എം വെക്ടർ എ എന്നാണ്. സോ ഫോണിൻ്റെ സ്റ്റോറേജ് ഫില്ലായി. അപ്പോൾ നമുക്ക് ഈ വീഡിയോ സെക്കൻഡ് ലോയിൽ മാത്രം നിർത്താം. ഞാൻ ഉദ്ദേശിച്ച് തേർഡ് ലോയിൽ സെൻറ്റർ ഓഫ് മാസും ഈ വീഡിയോ തന്നെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ലെങ്ത്ത് കൂടിയും തോന്നുന്നു. ഫോണിൻ്റെ സ്റ്റോറേജ് ഫില്ലായതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ തേർഡ് ലോയും സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ച് പഠിക്കാം. സോ അതിനുശേഷം നമ്മൾ സെക്കൻഡ് ലോൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യും. സോ നന്നായിട്ട് ഉഷാറായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യും.